കാലഘട്ടത്തിൽ ഖുർആൻ മനുഷ്യകുലത്തിന്റെ വഴികാട്ടി എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പരമകാരുണികനായ നാഥൻ പുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയിലൂടെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ബഹുമാനരെ, ഖുർആനിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകരും ഒരു കാട്ടാള സമൂഹവും ചേർന്ന് ലോകത്തിന് പഠിപ്പിച്ച നീണ്ട കഥ പറയാതിരിക്കാനാവില്ല. അപരിഷ്കൃതനും പരുക്കൻ പ്രകൃതക്കാരുമായിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഖുർആനിന്റെ പ്രഥമ അഭിസംബോധകർ. ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ആ ജനതയെ മാനവ മൂല്യങ്ങളുടെ തിളങ്ങുന്ന മാതൃകകളാക്കി വളർത്തിയെടുത്ത് പിന്നീട് അവരിലൂടെ ലോക ജനതയ്ക്ക് നന്മയുടെ കൈത്തിരിവ് തെളിയിച്ചു കൊടുക്കുന്ന അത്ഭുതമായിരുന്നു ലോകം കണ്ടത്. വിശുദ്ധ ഖുർആൻ കേവലം ഒരു രാജ്യത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ മാത്രം ഗ്രന്ഥമല്ല, മറിച്ച് മാനുഷികതയാണ് അഭിസംബോധന ചെയ്യുന്നത്. കാലദേശവർഗ ഭാഷാ വിവേചനങ്ങൾക്ക് അതീതമായ മാനുഷികതയെ യാ അയ്യുഹന്നാസ് എന്ന അഭിസംബോധനയിലൂടെ ഖുർആൻ അടിവരയിടുന്നുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ എല്ലാ നിലയിലും അരാജകത്വത്തിൽ ജീവിച്ച് സ്വന്തം രക്തത്തിൽ നിന്ന് പിറന്നു വീണ കുഞ്ഞ് പെണ്ണാണെങ്കിൽ അപമാനഭാരം നിമിത്തം കുഴിച്ചുമൂടി അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന കാലം. തന്റെ അയൽവാസിയുടെ വീട്ടിൽ ഒട്ടകം കടന്നാൽ അതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന യുദ്ധക്കൊതിയന്മാരായ ജനത, താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ കുഴിമാടത്തിന് മുകളിൽ കുഴിച്ചു വെച്ചിരിക്കുന്ന മുന്തിരിവള്ളികളുടെ വേരുകളിൽ ഞുരുമ്പിക്കൊണ്ടിരിക്കുന്ന തന്റെ അസ്ഥിപഞ്ജനങ്ങൾക്ക് മദ്യത്തിന്റെ ലഹരി പകരുമെന്ന് പറഞ്ഞിരുന്ന ജനത, സാമൂഹികമായും രാഷ്ട്രീയമായും ലവലക്ഷം നന്മകളില്ലാതിരുന്ന ജനത, ജീവിതത്തിൽ അടിപിടിയും കള്ളുകുടിയും പെണ്ണുപിടിയും മാത്രം ലക്ഷ്യമാക്കുകയും അതിനുവേണ്ടി എന്ത് അനീതിയും എന്ത് അക്രമവും എന്ത് അസഭ്യവും എന്ത് അശ്ലീലവും വിളിച്ചു പറയാൻ തൃപ്തരായ ഒരു സമൂഹത്തെ ഹ്രസ്വകാലം കൊണ്ട് ഖുർആൻ നക്ഷത്ര തുല്യരാക്കി സംസ്കരിച്ച് ഉദ്ധരിച്ച് ഏറ്റവും ഉദാത്തമായ മാതൃകാ പുരുഷന്മാരാക്കി മാറ്റി. ബഹുദൈവത്വവും അനാചാരങ്ങളും നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഓരോ നാട്ടിലും വീട്ടിലും എണ്ണമറ്റ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയം എണ്ണമറ്റ വിഗ്രഹങ്ങളെയും അവയെ ചുറ്റിപ്പറ്റിയിരുന്ന അനാചാരങ്ങളെയും നിഷ്കാസനം ചെയ്യാൻ വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചത് ഏറ്റവും ഉദാത്തമായ മാർഗമായിരുന്നു. എന്ന വിശ്വപ്രഖ്യാപനം നടത്തി നിരീശ്വരവാദത്തിന്റെയും യുക്തിവാദത്തിന്റെയും മുഖത്തടിക്കാൻ ഖുർആനിന് ഇന്നും സാധിക്കുന്നുണ്ട്. ജീവിതത്തെ രൂപപ്പെടുത്തുവാനും വ്യക്തി ശുചീകരണത്തിനും ഖുർആനിന്റെ അധ്യാപനങ്ങൾ ലോക ജനതയ്ക്ക് മാതൃകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ഖാന ഖുൽഖുൽ ഖുർആൻ എന്ന് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അവരെ സ്വച്ഛ പ്രകൃതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് സ്വതന്ത്രനാക്കുവാനാണ് ഖുർആൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഖുർആൻ അതായിരിക്കണം നമ്മുടെ മാനിഫെസ്റ്റോ. അതിന്റെ വാഹകരാകണം, അത് പകർന്നു നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.